नमस्ते, हरे कृष्णा, सर्वम कृष्णार्पणमस्तु. प्रभुपाद की जय, ഗുരു മഹാരാജ് की जय, രാധാ പവനപുരേഷൻ की जय. ഗുരുവായൂർ മഞ്ജരീസിന്റെ ഗീതാ പഠന ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓം ശ്രീ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അമ്പലത്തിലുള്ള ഒരു ചേട്ടൻ്റെ ഓഫീസിൽ വന്നിരുന്ന് ക്ലാസ് എടുക്കുകയാണ്. വൈഫൈ ഇല്ല നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ. അപ്പം ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ അമ്പലത്തിൽ പറഞ്ഞപ്പോൾ അവരെനിക്ക് അതിനുള്ള സൗകര്യം ചെയ്തു തന്നു. അപ്പം അവിടെ ഇരുന്നാണ് എടുക്കുന്നത്. കുഴപ്പമില്ലല്ലോ, ഞാൻ പറയുന്നൊക്കെ കേട്ടൂടെ? എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഉച്ചയ്ക്ക് ലൈവ് ഉണ്ടെന്ന് കേട്ടപ്പോൾ സന്തോഷമായോ? അമ്പലം അടച്ചു, അപ്പം ആ സമയത്ത് ഞാൻ ഓടി വന്നതാണ്. ഇനിയിപ്പോൾ അമ്പലം തുറക്കുമ്പോൾ ഞാൻ വീണ്ടും ഓടിപ്പോകും. നമുക്കിന്ന് വൈകിട്ട് 5:30-ക്കാണ് നവചണ്ഡികാ ഹോമം. അപ്പോൾ നവചണ്ഡികാ ഹോമത്തിന് എല്ലാവരും ലൈവ് ഇടുമ്പോൾ പങ്കെടുക്കുക. എല്ലാവർക്കും ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ, അമ്മയുടെ കാരുണ്യം ഉണ്ടാവട്ടെ. ഗുരുവായൂർ മഞ്ജരീസിൻ്റെ ഒരു എന്താ പറയുക, അമ്മയുടെ ഒരു അനുഗ്രഹമാണ് മഞ്ജരീസ് കുടുംബങ്ങളുടെ പേരിൽ നവചണ്ഡികാ ഹോമം നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പം നാളെ ബ്രാഹ്മണർക്ക് വസ്ത്രദാനമുണ്ട്. അപ്പം എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. നമ്മളൊരു ഗ്രൂപ്പായിട്ട് ചെയ്യുന്നതുകൊണ്ട് എല്ലാവർക്കും കൂടെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സൗകര്യം അവിടെ ഇല്ല. അതുകൊണ്ടാണ് എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യാത്തത്. നമുക്ക് സാധിക്കുന്ന 1-2 പേര്, നമ്മൾ ഒരു 4 പേരാണ് പെർമിഷൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ 4 പേര് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നവചണ്ഡികാ ഹോമത്തിൻ്റെ ലൈവ് ഇടാം. ഇനി അവിടെ നെറ്റ് ഉണ്ടാവാൻ എല്ലാവരും പ്രാർത്ഥിക്കണം. അത് എനിക്കൊരു വലിയ ടാസ്ക്കാണ്. ഇവിടെ പൊതുവേ നെറ്റ്വർക്ക് കുറവാണ്. എങ്കിലും പരമാവധി നമുക്ക് നോക്കാം. സപ്പോസ് ഒട്ടും നെറ്റ് കിട്ടുന്നില്ല എന്നാണെങ്കിൽ ഞാൻ ഇതെടുക്കാം, വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഗീതാ ക്ലാസ് ആണേ. ഇതിലാണ് ഒട്ടിക്ക് വരിക. ഗീതാ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് 36-ാം അധ്യായം അല്ലേ? 6-ാം അധ്യായത്തിൽ 34 ശ്ലോകങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി 35-ാമത്തെ ശ്ലോകത്തിലേക്കാണ് പോകുന്നത്. ഇതൊരു കൺട്രോൾ റൂം ആയതുകൊണ്ട് ഈ ബീപ് ബീപ് സൗണ്ട് ഉണ്ടാവും. അതൊന്നും കാര്യമാക്കണ്ട കേട്ടോ. ഉള്ള പരിമിതികളിൽ ഇരുന്നു കൊണ്ട് ഉള്ള പരിമിതികളിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ക്ലാസ് കേൾക്കാം. ഓക്കെ, 35-ാമത്തെ ശ്ലോകത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ശ്രീ ഭഗവാൻ വാച മനോദുർഗ നിഗ്രഹം ചലം. ഭഗവാൻ വാച എന്ന് പറയുമ്പോൾ ഭഗവാൻ പറയുന്നു. എന്താ പറയുന്നത്? അസംശയം മഹാബാഹോ, അതായത് മഹാബാഹോ, അതായത് ഹേ മഹാബാഹോ, ശക്തിമത്തായിരിക്കുന്നവനെ. ഇപ്പൊ കാണാവോ? ഇടയ്ക്കൊന്ന് നെറ്റ് ഓഫായി ഓണാവുന്നുണ്ട്, ക്ഷമിക്കണം. അത് വെച്ചോ ദിവ്യ, അത് കയറുന്നുണ്ട്, നമുക്ക് നോക്കാം. ഒരു മിനിറ്റ് കേട്ടോ. തൽക്കാലം ഉള്ള നെറ്റിൽ നമുക്ക് പോവാം. നഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സ്. ദുർനിഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസുരന്മാരെ നിഗ്രഹിക്കുന്നതിന്. ചിലവാകുന്നു എന്നർത്ഥം. ഓക്കെ, അപ്പൊ പറയുന്നു, ശ്രീ ഭഗവാൻ പറയാണ്, മഹാബാഹുവായ കുന്തിപുത്ര, അസ്ഥിരമായിരിക്കുന്ന മനസ്സിനെ അടക്കുക എന്നത് തീർച്ചയായും ദുഷ്കരമാണ്, അല്ലെ? അസ്ഥിരമായിരിക്കുന്ന മനസ്സ്, നമ്മുടെ മനസ്സെല്ലാം തന്നെ എന്താണ്? അസ്ഥിരമാണ്, സ്ഥിരതയില്ലാത്തതാണ്. നമ്മൾ എല്ലാ ക്ലാസ്സിലും പറയുന്നുണ്ട്, നമ്മുടെ മനസ്സിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു അരമണിക്കൂറോളം ഒരാൾക്ക് ഏകാഗ്രതയോടുകൂടി ഇരിക്കാൻ പറ്റില്ല എന്നുള്ളത് വാസ്തവമാണ്, ശരിയല്ലേ? അത് നമ്മുടെ ആരുടെയും കുറ്റമല്ല. നമ്മുടെ കുടുംബജീവിതത്തിൽ അനേകായിരം പ്രയാസങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട്, അല്ലെ? ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ദിനം പ്രതി ഞാൻ മഞ്ജരീസിൽ നിന്ന് കേൾക്കുന്നത് ഒരുപാട് വേദനകളാണ്. സ്നേഹിച്ചും ലാളിച്ചും ഒക്കെ പോറ്റി വളർത്തിയ മക്കളിൽ നിന്ന്, അവരിൽ നിന്ന് എന്താ പറയാ, പ്രയാസങ്ങൾ ഉണ്ടായില്ലെങ്കിലും അവർ വിവാഹം ചെയ്തു വരുന്നവരിൽ നിന്ന് പ്രയാസങ്ങൾ നേരിടേണ്ടി വരുന്ന അച്ഛനമ്മമാർ, അതുപോലെ തന്നെ ഒരുപാട് പ്രയാസങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ളത്, അതെ, അപ്പൊ ഇങ്ങനെയുള്ള കുറെ പ്രയാസങ്ങൾ നേരിടേണ്ടത് കൊണ്ട് അസ്ഥിരമായിരിക്കുന്ന ഒരു മനസ്സാണ് നമ്മുടേത് എല്ലാവരുടെയും. അത് നമ്മുടെ ആരുടെയും കുറ്റമായി കരുതണ്ട. മക്കളിൽ നിന്നുള്ള ടെൻഷൻ, ഭർത്താക്കന്മാരിൽ നിന്നുള്ള ടെൻഷൻ, ഭാര്യമാരിൽ നിന്നുള്ള ടെൻഷൻ, അങ്ങനെ നിരവധി ടെൻഷൻസ് നമ്മൾ താങ്ങുന്നുണ്ട്. സാരമില്ല, പോട്ടെ. ഇതിനെല്ലാം ഭഗവാൻ നമുക്കൊരു മനസമാധാനം തരും, തരാതിരിക്കില്ല, ഉറപ്പായിട്ടും തരും. അതിന് ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് എന്താണ്? ജപം തന്നെയാണ്.
ജീവിതത്തിൽ നിന്ന് നമ്മൾ ആത്മഹത്യ മുഖേന ഒളിച്ചോടുന്ന ഒരുപാട് വ്യക്തികളുണ്ട്, അല്ലെങ്കിൽ നാട് വിട്ടു പോകുന്നവരുണ്ട്, പല രീതിയിൽ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുന്നവരുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ജീവിതത്തിൽ നിന്ന് നമുക്കൊരു ഒളിച്ചോട്ടം അത്യാവശ്യമാണ്. എങ്ങനെയാണ് ഒളിച്ചോടേണ്ടത്? നമ്മൾ ആത്മഹത്യയിലൂടെയാണോ, അല്ലെങ്കിൽ നാട് വിട്ടു പോവുകയാണോ ചെയ്യേണ്ടത്? ഇങ്ങനെയൊന്നുമല്ല ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടേണ്ടത്. ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടേണ്ടത് ഭക്തിയിലൂടെയാണ്. സീരിയസ്ലി ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ്. അത് പ്രയാസങ്ങൾ ഉണ്ടായിട്ടല്ല, നമുക്കൊരു റിഫ്രഷ്മെന്റ് ആണ് ജീവിതത്തിൽ നിന്നുള്ള ഒരു ഒളിച്ചോട്ടം എന്ന് പറയുന്നത്. ആ ഒളിച്ചോട്ടം എങ്ങനെയാണ്, അതിന് ആ ഒരു വേർഡ് അവിടെ കറക്റ്റ് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എല്ലാത്തിനെയും മാറ്റി നിർത്തിയിട്ട് ഏകാഗ്രതയോടുകൂടി ഒന്ന് ഒളിച്ചിരിക്കുന്ന സമയം, അത് ധ്യാനമാണ്. സീരിയസ്ലി അതൊരു ധ്യാനമാണ്, അല്ലെ? ആരും കാണാതെ ഒന്നും അറിയാതെ നമ്മൾ ഏകാഗ്രതയോടുകൂടി ഇരിക്കാൻ കിട്ടുന്ന സമയം എന്ന് പറയുന്നത് ധ്യാനം തന്നെയാണ്. അതിന് ഏറ്റവും നല്ല സ്ഥലം എന്ന് പറയുന്നത് മൂകാംബികയാണ്, ഇല്ലാന്ന് ഞാൻ പറയില്ല. കാരണം ഇവിടെ വരുമ്പോൾ നമ്മളെല്ലാം മറന്നു പോവാണ്. എല്ലാത്തിൽ നിന്നും മറക്കണം, നമ്മൾ മറന്നേ പറ്റൂ. ഇവിടെ വന്നിരുന്നും നമ്മൾ അവിടുത്തെ കാര്യങ്ങൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഒരർത്ഥവും ഇല്ല. അപ്പം നമുക്കൊരു സമാധാനം കിട്ടില്ല. പിന്നെ നമ്മളിവിടെ വരുന്നത് എന്തിനാ? ഇത്ര ദൂരം നമ്മൾ യാത്ര ചെയ്ത് വന്നിട്ട് അവിടുത്തെ കാര്യങ്ങളിൽ തന്നെയാണ് നമ്മുടെ മനസ്സെങ്കിൽ പിന്നെ ഇവിടെ വരുമ്പോൾ ഉള്ള ഏകാഗ്രത നമുക്ക് നഷ്ടപ്പെടുകയാണ്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആരെങ്കിലും ഇപ്പൊ സിനിമാ തിയേറ്ററിൽ പോവാണ്, കഷ്ടപ്പെട്ട് നല്ലൊരു പുതിയ പടം ഇറങ്ങി, ആ പടം നമുക്ക് എന്താ പറയാ, നല്ലൊരു സിനിമയൊക്കെ ഇറങ്ങിയിട്ട് നമ്മൾ ആ സിനിമ കാണാൻ കഷ്ടപ്പെട്ട് ടിക്കറ്റ് എടുത്ത് കയറിയിട്ട് ആ സിനിമാ തിയേറ്ററിൽ ഇരുന്നിട്ട് ഫുൾ ടൈം വീട്ടിലെ കാര്യങ്ങൾ ആരെങ്കിലും സംസാരിക്കും, നമ്മൾ എന്താ പറയുക, തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയിട്ട് വിളിക്കാന്ന് പറയും, അല്ലെ? ആ സിനിമയിൽ നമ്മൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ ആ തിയേറ്ററിൽ കയറുന്ന 2.5 മണിക്കൂർ വേസ്റ്റ് ആണ്. അപ്പൊ അതേപോലെ അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? മറ്റു കാര്യങ്ങളെല്ലാം മാറ്റിവെക്കണം, സകല കാര്യങ്ങളും മാറ്റിവെക്കണം. അതിന്റെ ഇടയ്ക്ക് ഫോൺ എടുത്ത് ഗുണു എന്ന് പറയാനിരുന്നു കഴിഞ്ഞാൽ പിന്നെ അമ്പലത്തിൽ വന്നിരിക്കുന്നതിന് അർത്ഥമില്ല, നമുക്ക് അതുകൊണ്ടൊരു ഗുണം കിട്ടുന്നില്ല. നമ്മൾ വന്നു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് അതൊരു ഗുണത്തിലേക്ക് എത്തുന്നില്ല. എന്നിട്ട് നമ്മൾ എന്താ പറയാ, അയ്യോ ഞാൻ ഇത്രയും ദിവസം അമ്പലത്തിൽ ഇരുന്നു, അല്ലെ ഇത്രയും ദിവസങ്ങളോളം അമ്പലത്തിൽ പോയി, നമുക്ക് അതുകൊണ്ട് ഒരു ഗുണമില്ല എന്ന് പറയും. നമ്മൾ മനസ്സും ശരീരവും ഏകാഗ്രതയോടുകൂടി അവിടെ സമർപ്പണം ചെയ്യുമ്പോഴാണ് അതിന്റെ റിട്ടേൺസ് നമ്മളിലേക്ക് വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ക്ഷേത്രത്തിൽ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? മാക്സിമം മറ്റു കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് നമ്മൾ മനസ്സ് അവിടെ പൂർണ്ണമായി സമർപ്പണം ചെയ്ത് നമ്മൾ അനുഭവിക്കുന്ന സമസ്ത ദുരിതങ്ങളും ദുഃഖങ്ങളും വേദനകളും പ്രയാസങ്ങളും ആകുലതകളും അപമാനങ്ങളും ഇല്ലായ്മകളും എല്ലാം ആ ഒരു ഈശ്വരീയ ശക്തിക്ക് മുൻപിൽ നമ്മൾ അർപ്പണം ചെയ്യുക. നമ്മൾ മനസ്സ് തുറന്ന് പറയാ, ദേവി ഞാൻ ഇത്രയും വേദനകൾ അനുഭവിക്കുന്നു അമ്മേ, എനിക്ക് ഇതിൽ നിന്നൊരു മോചനമില്ലേ, എനിക്ക് ഇതിൽ നിന്ന് കരകയറണം, എനിക്ക് മനസമാധാനം വേണം ജീവിതത്തിൽ എന്ന്. അല്ലാണ്ട് നമ്മൾ അവിടെ ഇരുന്നു കൊണ്ട് നമ്മൾ മറ്റു കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ പോവുകയാണെങ്കിൽ അതും ഇല്ല ഇതും ഇല്ലാത്ത അവസ്ഥയാവും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ നമ്മൾക്ക് ഒരു സമർപ്പണം വേണ്ടത് ക്ഷേത്രത്തിലേക്കാണ്. അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാസത്തിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 3 മുതൽ 5 ദിവസം ഈശ്വരന് വേണ്ടി മാറ്റിവെക്കുക. ആ മാറ്റിവെക്കല് പൂർണ്ണമായ ഒരു സമർപ്പണത്തോടു കൂടി മാറ്റിവെക്കണം, പൂർണ്ണമായ സമർപ്പണത്തോടുകൂടി. അതിൻ്റെ അപ്പുറത്ത് എന്ത് ഭൂകമ്പം സംഭവിച്ചാലും ശരി, പൂർണ്ണമായ ഒരു സമർപ്പണത്തോടു കൂടി നമ്മൾ മാറ്റി വെച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ലഭിക്കും? മനസമാധാനം ലഭിക്കും, സന്തോഷം ലഭിക്കും, നമ്മൾ ഇപ്പുറത്ത് അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ഉത്തരം ലഭിക്കും. ഓക്കെ, അപ്പോ അങ്ങനെ നമ്മൾ നമ്മുടെ മനസ്സിനെ എന്ത് ചെയ്യണം? അചഞ്ചലമായ മനസ്സിനെ നമ്മൾ ഇങ്ങനെ ഒതുക്കി നമ്മൾ നമ്മളുടെ കൺട്രോളിൽ നമ്മുടെ മനസ്സിനെ കൊണ്ടുവരാൻ പഠിക്കണം. എന്നാൽ യുക്തമായ പരിശീലനം കൊണ്ടും നിസ്സംഗത കൊണ്ടും അത് സാധിക്കുന്നതാണ്. ആ പരിശീലനവും നിസ്സംഗതയുമാണ് നമ്മളിവിടെ പറഞ്ഞത്. മനസ്സിലാവുന്നുണ്ടോ? നമുക്കൊരു മനസ്സമാധാനം, നമ്മളെല്ലാം വിട്ടിട്ട് ഒരു സ്ഥലത്ത് വന്നിട്ട് ഈ സ്ഥലത്ത് നമ്മൾ ഏകാഗ്രതയോടുകൂടി ഇരുന്ന് പ്രാർത്ഥിച്ച് ജപിച്ച് വായിച്ച് നമ്മൾ ധ്യാനത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ശാന്തി ലഭിക്കും, ഒരു ആശ്വാസം ലഭിക്കും. അതർവൈസ് നമുക്ക് ഒന്നും ലഭിക്കില്ല. നമ്മൾ വീണ്ടും ഇങ്ങനെ ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മളിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കേണ്ടി വരും. അപ്പൊ ഇവിടെ പറയുന്നു, ഭാവാർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർജുനൻ പറഞ്ഞതുപോലെ വഴക്കമില്ലാത്ത മനസ്സിനെ നിയന്ത്രിക്കാൻ ഒട്ടും എളുപ്പമല്ലെന്ന് ഭഗവാൻ സമ്മതിക്കുന്നുണ്ട്. നമ്മുടെ വഴക്കമില്ലാത്ത മനസ്സ്, നമ്മൾ വിചാരിച്ചാൽ ഒതുങ്ങി കിട്ടാത്ത നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ ഒട്ടും സാധ്യമല്ല എന്നുള്ള കാര്യം അർജുനൻ പറയുമ്പോ അതിവിടെ ഭഗവാനും സമ്മതിക്കുന്നുണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. എങ്കിലും പരിശീലനം കൊണ്ടും നിസ്സംഗത കൊണ്ടും അത് സാധിക്കുമെന്നാണ് ഭഗവാന്റെ ഉപദേശം. മനസ്സിലാവുന്നുണ്ടോ? ഭഗവാൻ പറയുന്നു, ഞാൻ സമ്മതിക്കുന്നുണ്ട് നിങ്ങളുടെ മനസ്സ് നിങ്ങൾക്ക് ഏകാഗ്രതയോട് കിട്ടില്ല എന്ന്, പക്ഷേ നിങ്ങൾ അതിനുവേണ്ടി പരിശീലിക്കൂ.
മനസ്സിനെ പരിശീലിപ്പിക്കൂ. നിസ്സംഗമായിരിക്കുന്ന ഒരു ഭാവത്തോടു കൂടി നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അത് ലഭിക്കുമെന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ഒരു പോലീസ് ഓഫീസറിനെ നോക്കുകയാണെങ്കിൽ, ഇപ്പൊ ഒരു പോലീസ് ഓഫീസറിനെ നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു ആദ്യകാലങ്ങളിൽ ഓടുന്ന ഓട്ടത്തെക്കാൾ കൂടുതൽ ഒരു പരിശീലനം കിട്ടിക്കഴിഞ്ഞാൽ മറ്റു വ്യക്തികളിൽ നിന്ന് കുറച്ചും കൂടെ ഉയർന്ന അവസ്ഥയിൽ അദ്ദേഹം ഓടുന്നുണ്ട്, അല്ലെ? ഒരു 60-70 വയസ്സായി കഴിഞ്ഞാൽ ഒരാൾ പറയും അയ്യോ എനിക്ക് പറ്റില്ല. എന്നാൽ അതേ 70 വയസ്സിൽ അതിനേക്കാൾ കൂടുതൽ പ്രായത്തെ വെല്ലുന്ന രീതിയിലുള്ള കാഴ്ചകൾ പ്രകടമാക്കാൻ കഴിയുന്ന ആളുകളും ഉണ്ട്. അതെന്തുകൊണ്ടാ? നിത്യാഭ്യാസി ആനയെ എടുക്കും എന്നൊരു ചൊല്ലുണ്ട്, ഇല്ലേ? നിത്യാഭ്യാസി ആനയും എടുക്കും. അപ്പൊ അതേപോലെ നമ്മൾ നിത്യവും നമ്മുടെ മനസ്സിനെ അഭ്യസിപ്പിക്കണം. എന്ത് പ്രശ്നം വന്നാലും ആ പ്രശ്നത്തിൽ നമ്മൾ പതറിപ്പോകാതെ നമ്മൾ കൺട്രോൾ ചെയ്ത് നിൽക്കണം. ഇനി അടുത്തത് എന്ത് ചെയ്യാം? നമ്മൾ വിചാരിക്കുന്ന അത്ര എളുപ്പമല്ല ഈ ലോകത്ത് ജീവിക്കാൻ. നമ്മൾ വിചാരിക്കും എന്തും ആവട്ടെ, അങ്ങനെ ആവട്ടെ. അങ്ങനെയല്ല. നമുക്ക് ഓരോ സെക്കൻഡും പ്രശ്നങ്ങൾ വരും. ഈ പ്രശ്നങ്ങളെല്ലാം ഒതുക്കിയിട്ട് നമുക്ക് ജീവിക്കാം എന്ന് വിചാരിച്ചാൽ നടക്കില്ല. ഓരോ നിമിഷവും നമുക്ക് പ്രശ്നങ്ങൾ വരും. ഒന്നൊഴിയുമ്പോ ഇങ്ങനെ പുതിയതായിട്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ ഇങ്ങനെ രൂപപ്പെട്ടുകൊണ്ടേയിരിക്കും. ഈ പ്രശ്നങ്ങളെ എങ്ങനെ തരണം ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ആലോചിക്കുക. ആലോചിച്ച് ചിന്തിച്ച് സാത്വികമായിരിക്കുന്ന ഒരു മനസ്ഥിതിയോടുകൂടി നമ്മൾ എന്താക്കുക? നമ്മുടെ മനസ്സിനെ നിയന്ത്രിച്ച് കൊണ്ടുവരാം. അല്ലാതെ ഒരു പ്രശ്നം വരുമ്പോഴേക്കും, അല്ലെ ഒരാൾ ഒരു കാര്യം വന്ന് പറയുമ്പോഴേക്കും നമ്മൾ തളർന്നു പോകുന്നതാവരുത് നമ്മുടെ മനസ്സ്. അതിൽ തളർന്നു പോകുന്നതാവരുത് നമ്മുടെ മനസ്സ്. നമ്മുടെ മനസ്സ് എപ്പോഴും കൺട്രോൾഡ് ആയിരിക്കണം. ഒരാൾ നമ്മുടെ മുമ്പിൽ വന്ന് നല്ല ചീത്ത വിളിക്കുകയാണ് നമ്മളും അവർക്കൊപ്പം ചീത്ത വിളിക്കുകയാണെങ്കിൽ എന്തിനു കൊള്ളാം? അവരെക്കാൾ താഴെ ലെവലിലേക്ക് നമ്മൾ പോകും. നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവർ പറയുന്നത് മുഴുവൻ കേൾക്കുക. എന്ത് പ്രചോദനമാണ് അവർക്കത് പറയാനുണ്ടായത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുക. എന്തുകൊണ്ട് അവർക്ക് അങ്ങനെ പറയാൻ തോന്നി, എന്തിനു വേണ്ടി അവരങ്ങനെ പറഞ്ഞു എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. ചിന്തിച്ച് നമ്മൾ എന്ത് ചെയ്യുക? അതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോവാം. അതർവൈസ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. നമ്മൾ എല്ലാരോടും പൊരുതേണ്ട വരും. എല്ലാരോടും പൊരുതി അവസാനം എവിടെയാണ് മനസമാധാനത്തിൽ ജീവിക്കാൻ സാധിക്കുക? എല്ലാത്തിനെയും പുഞ്ചിരി കൊണ്ട് അഭിമുഖീകരിക്കുക. പറയുന്നവരാരും എന്തും പറഞ്ഞോട്ടെ. ഇപ്പോ ഒരാള് നമ്മളെ പട്ടീന്ന് വിളിച്ചു, നമ്മൾ പട്ടിയാണോ? അല്ല. ചിന്തിക്കണം അത്. ഒരാള് നമ്മളെ പട്ടീന്ന് വിളിച്ചു, ആനയെന്ന് വിളിച്ചു, കുതിരയെന്ന് വിളിച്ചു, നമ്മൾ ആ മൃഗമാണോ? അല്ല, നമ്മൾ മനുഷ്യൻ തന്നെയാണ്. അപ്പൊ നമ്മളെ ആരെന്ത് വിളിക്കുന്നു എന്നുള്ളത് നമ്മൾ എന്തിനാ ചിന്തിക്കണത്? നമ്മൾ എന്തിനാ അതിൽ ഫീൽ ചെയ്യുന്നത്? എന്റെ ചോദ്യം അതാണ്. ചില മാതാജിമാര് പറയാനുണ്ട്, മാതാജി എന്നെ അത്രയും മോശം വിളിച്ചു, ഞാനൊരു എന്താ പറയാ ചീത്ത ജോലി ചെയ്യുന്ന സ്ത്രീയാണെന്നുള്ള പേര് വരെ എന്നെ വിളിച്ചു മാതാജി, എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റിയില്ല. എന്റെ ചോദ്യം, നിങ്ങൾ അതാണോ? അല്ല. നമ്മൾ അതാണോ? അല്ല. പിന്നെ എന്തിനാ നമ്മൾ അതിൽ ഫീൽ ചെയ്യണം? വിളിക്കുന്ന വ്യക്തിയുടെ സംസ്കാരമാണത്. അപ്പോ നമ്മുടെ മനസ്സ് എല്ലാത്തിലും പതറാതെ നല്ല അടിത്തറയുള്ള ഒരു മനസ്സാക്കി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. മനസ്സിലാവുന്നുണ്ടോ? പതറുന്ന മനസ്സുമായി ജീവിക്കുകയാണെങ്കിൽ പതറാനേ നേരം കാണും. അല്ലാതെ ഒരിക്കലും മനസ്സമാധാനത്തിന് നമുക്ക് സമയം കാണില്ല. അപ്പൊ ഭഗവാൻ പറയുന്നു ഇവിടെ, നീ നിന്റെ മനസ്സിനെ ട്രെയിൻ ചെയ്യൂ എന്ന് പറയുന്നുണ്ട്. മനസ്സിലാവുന്നില്ലേ? മനസ്സിനെയാണ് നമ്മൾ ആദ്യം ട്രെയിൻ ചെയ്യേണ്ടത്. നിത്യ യൗവനമായിരിക്കാൻ വേണ്ടി ജിമ്മ് പോകുന്ന ആൾക്കാരുണ്ട്. ഞാനും ജിമ്മ് പോകാറുണ്ടില്ല എന്നല്ല, പക്ഷെ എങ്കിലും നമ്മുടെ മനസ്സിനെ നമ്മൾ ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നിത്യ യൗവനമായിട്ടിരിക്കാൻ പറ്റും. മനസ്സാണ് എല്ലാത്തിന്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത്. മനസ്സ് തളർന്നാൽ എല്ലാം തളർന്നു, നമ്മുടെ ലൈഫ് തന്നെ പോയി എന്ന് പറയണം. മനസ്സ് എപ്പോഴും ഹാപ്പി ആയിട്ടിരുന്ന് നോക്കൂ, നമ്മൾ എപ്പോഴും ഹാപ്പി ആയിരിക്കും. മനസ്സ് ഹാപ്പി ആയിട്ടിരിക്കാനുള്ള ഏക മാർഗം എന്ന് പറയുന്നത് ജപമാണ്. ജപം, വായന, നല്ല ചിന്തകൾ, സാത്വിക ഭക്ഷണം, ധ്യാനം. നമ്മളെ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ ജീവിതത്തിൽ. രാവിലെ എഴുന്നേൽക്കുന്നു, ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. അങ്ങനെ ടൈം ടേബിൾ ടു ടൈം ടേബിൾ പോയി നമ്മൾ ആരോടും ദുഷിക്കേണ്ട. നമുക്ക് ചിലപ്പോൾ അടുക്കളയിൽ നിന്ന് കയറാൻ സമയം ഉണ്ടാവില്ല, നമ്മൾ പരാതി പറയേണ്ട ആരോടും. ഒരാളോടും പരാതി പറയാതെ ചെയ്യേണ്ടതായ ജോലികളെല്ലാം ചെയ്ത് എങ്ങനെ അടഞ്ഞു കൂടുന്ന ഒരവസ്ഥയായാലും ശരി, മാസത്തിൽ ഒരു 3 തവണയെങ്കിലും നമ്മുടെ വീട് വിട്ട് മറ്റൊരു ക്ഷേത്രത്തിൽ പോയിരിക്കാം. ഗുരുവായൂരാവട്ടെ, മൂകാംബികയാവട്ടെ, അങ്ങനെയുള്ള നല്ല സൗഹൃദങ്ങളെ കണ്ടെത്തുക. ഇതെന്റെ ഒരു നല്ല വ്യക്തിപരമായ അഭിപ്രായമാണ്. അങ്ങനെ നമുക്ക് പോകാൻ പറ്റുന്ന നല്ലൊരു സൗഹൃദത്തെ കണ്ടെത്തുക. ഒരുപാട് പേരൊന്നില്ലെങ്കിലും ഒരാള് മതി, ഏതെങ്കിലും ഒരാളെ കണ്ടെത്തുക. ഇപ്പൊ അടുത്ത വീട്ടിലൊരു കല്യാണം ഉണ്ടെങ്കിൽ നമുക്ക് പോകാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും കൂട്ടിന്, അല്ലെ? അല്ലെങ്കിൽ വേറെ എവിടെങ്കിലും ആണെങ്കിൽ അങ്ങനെ പോയി. ഇതൊന്നും അല്ലാതെ
ഏതെങ്കിലും നമുക്ക് വളരെ ക്ലോസ് ആയിട്ട് പോകാനുള്ള ഒരടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ പോകാൻ പറ്റുന്ന 1-2 വ്യക്തികളെ കണ്ടെത്തിയിട്ട് നമ്മൾ പോവുക. നമ്മൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യണ്ട, നമ്മൾ പോവുക, സ്വസ്ഥമായി അവിടെ ഇരിക്കുക, പ്രാർത്ഥിക്കുക, ജപിക്കുക, മറ്റു കാര്യങ്ങളെല്ലാം മാറ്റി. ഇപ്പൊ ഞാൻ മൂകാംബികയിൽ വന്നു, ഞാൻ മാക്സിമം പരമാവധി ഫോൺ മാറ്റി വെച്ചു. കാരണം എന്താ അറിയോ, ഫോൺ നോക്കാനിരിക്കുകയാണെങ്കിൽ എനിക്ക് അതിനേ സമയം കാണും. ഇത് തന്നെയാണ് ഞാൻ ചെന്നൈയിലും ചെയ്യുന്നത്. അത് തന്നെ ഞാൻ ഇവിടെ ആവർത്തിക്കുകയാണെങ്കിൽ പിന്നെ ഞാൻ വന്നതിൽ അർത്ഥമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, പരമാവധി മറ്റു കാര്യങ്ങളിൽ നിന്ന് മാറിയിട്ട് നമ്മൾ സ്വസ്ഥമായി എന്ത് ചെയ്യുക, പ്രാർത്ഥിക്കുക, ജപിക്കുക, വായിക്കുക, ധ്യാനം ചെയ്യുക, അമ്മയ്ക്ക് കീർത്തനങ്ങൾ ചൊല്ലിക്കൊടുക്കുക. അതിലൊരു മനസ്സമാധാനമുണ്ട്. അങ്ങനെ നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാനാണ് ഭഗവാന്റെ ഉപദേശം. മനസ്സിലാവുന്നുണ്ട്? എന്താണ് ഈ പരിശീലനം എന്ന് ചോദിച്ചാൽ, പുണ്യസ്ഥലങ്ങളിൽ പോയിരിക്കൽ. ഭഗവാൻ പറയുന്ന ഒന്നാമത്തെ പരിശീലനമാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത്, പുണ്യസ്ഥലങ്ങളിൽ പോയിരിക്കുക എന്നുള്ളത്. പരമാത്മാവിൽ മനസ്സുറപ്പിക്കൽ, ഭഗവാനിൽ, ആ ഇരിക്കുന്ന ക്ഷേത്രത്തിലെ ദേവതയിൽ നമ്മുടെ മനസ്സിനെ ഉറപ്പിക്കുക എന്ന് പറയാം. ദുബായ് അമ്പലത്തിൽ പോയി എന്ന് മനസ്സിലായില്ല എന്താ ഉദ്ദേശിച്ചത്. ഇന്ദ്രിയ മനസ്സുകളുടെ നിയന്ത്രണം. നമ്മളപ്പോ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ എന്തായി, നമ്മുടെ മനസ്സ് ഒരുപാട് ഇന്ദ്രിയങ്ങളിൽ നമ്മുടെ കൺട്രോൾ വരും. കാരണം എന്താ, ക്ഷേത്രത്തിലേക്ക് എത്തുമ്പോൾ നമ്മുടെ മനസ്സിൽ മറ്റു ചിന്തകളൊന്നും വരില്ല. എന്താ, ഭഗവാൻ, ഈശ്വരൻ, ജപം, വായന, കൃത്യത, അവിടുത്തെ കാര്യങ്ങളിൽ നമ്മുടെ മനസ്സങ്ങ് ഇതാവും. അപ്പൊ നമ്മുടെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നമ്മൾ ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യും. ബ്രഹ്മചര്യ വ്രതം. ക്ഷേത്രത്തിൽ വരുമ്പോൾ പൊതുവെ എല്ലാവരും ദാമ്പത്യ ബന്ധത്തിൽ നിന്നൊക്കെ മാറി, ഒരു 80% ആളുകളും ദാമ്പത്യ ബന്ധത്തിൽ നിന്നൊക്കെ മാറി ഒരു ബ്രഹ്മചര്യ വ്രതം അനുഷ്ഠിക്കും, അല്ലെ? ഏകാന്തവാസം, അത് സുഖമായ കാര്യമാണ്. ഒറ്റയ്ക്ക് ഇരുന്ന് ജപിക്കുക, ധ്യാനിക്കുക എന്നീ കർക്കശ നിബന്ധനകൾ പാലിക്കാൻ ഇക്കാലത്ത് ആർക്കും കഴിയുന്നില്ല. ശരിയല്ലേ? ആ ഒരു യെസ്, കറക്റ്റ്. ഒരു പോസിറ്റീവ് എനർജി നമുക്ക് കൂടിക്കിട്ടും. നമുക്കൊരു കർക്കശമായിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ ഇന്ന് പലർക്കും സാധിക്കുന്നില്ല. പക്ഷെ നമ്മൾ ശ്രമിച്ചു നോക്കിയാൽ നമുക്ക് നല്ലൊരു ബ്ലെസ്സിങ് കിട്ടും. കാരണം ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ പറയും, ഞാൻ മൂകാംബികയിലേക്കാണ് പോകുന്നത്, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചു വയ്ക്കാം. അത് വീട്ടിലെ അച്ഛനോടും അമ്മേനോടും പറയും, ഏട്ടൻ്റെ വൈഫിനോടൊക്കെ പറയും, മോനോടും പറയും, ഞാൻ പോകുന്നത് മൂകാംബികയിലേക്കാണ്. എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചിടാം. അത്രയും അത്യാവശ്യമാണെങ്കിൽ മാത്രം എന്നെ വിളിക്കുക. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ അധികം കഥ പറയാൻ ഞാൻ നിൽക്കില്ല. ഈ വന്നോ ഇരുന്നോ പോയോ നിന്നോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും. കാരണം എന്താ, ഇതെല്ലാം നാട്ടിലുണ്ടാകുമ്പോൾ റൊട്ടീനായിട്ട് നടക്കുന്ന കാര്യങ്ങൾ. ഇവിടെ ഞാൻ വരുന്നത് എൻ്റെ മനസ്സമാധാനം കൂട്ടാൻ, എൻ്റെ അഭിവൃദ്ധിക്ക്, അതായത് എൻ്റെ മാനസിക അഭിവൃദ്ധിക്ക്, ശാന്തതയ്ക്ക്, സമാധാനത്തിന്, ഞാനെന്ന വ്യക്തിക്ക് കുറച്ചും കൂടെ ഒരു പുനർജന്മം അല്ലെങ്കിൽ ഒരു പുനർജീവനം ലഭിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയിൽ മറ്റു കാര്യങ്ങൾ എന്നെ ഓർമ്മപ്പെടുത്തരുത്. 100,000 പ്രശ്നങ്ങൾ നാട്ടിലുണ്ടാവാം, ജോലി സ്ഥലത്തുണ്ടാവാം, അതൊക്കെ ഇവിടുന്ന് വന്നതിന് ശേഷം. അതർവൈസ് മറ്റു കാര്യങ്ങളൊന്നും എന്നെ റിമൈൻഡ് ചെയ്യിക്കരുത്. ഈ ഒരു അവസ്ഥ മനുഷ്യ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡേ ബൈ ഡേ നമ്മുടെ മനസ്സിങ്ങനെ തളർന്ന് ഒന്നുമല്ലാത്ത അവസ്ഥയിൽ പോവാണ്. ഇങ്ങനെ മനസ്സ് തളരും എന്താ സംഭവിക്കുന്നത്, നമ്മുടെ കയ്യിൽ കൊണ്ടു നടക്കുന്ന മരുന്നിന്റെ എണ്ണം കൂടുകയാണ്, അല്ലെ? ടെൻഷന്റെ മരുന്ന്, തലവേദനയുടെ മരുന്ന്, ബോഡി പെയിന്റെ മരുന്ന്, പല മരുന്നുകളുടെ എണ്ണം നമുക്ക് കൂടാണ്. പൊതുവെ കാണും, പ്രായം കൂടുന്തോറും മരുന്നിന്റെ ആവശ്യകത കൂടും. എങ്കിലും നമ്മൾ മനസ്സ് തളരും തോറും നമുക്ക് ഇനിയും ടാബ്ലറ്റ്സ് കൂടും. ടാബ്ലറ്റ്സ് അധികം എടുക്കും തോറും നമ്മുടെ ഇന്റേണൽ ഓർഗൻസ് നശിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ പരമാവധി നമ്മൾ ക്ഷേത്രങ്ങളിലേക്ക് യാത്ര വന്നാൽ മറ്റു കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യരുത്. കാരണം എന്താ, ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഇതേ പ്രശ്നം തന്നെയാണ്, പിന്നെ ഇവിടെ വരേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെയെങ്കിൽ വീട്ടിൽ തന്നെ ഇരുന്നാൽ പോരെ. നമുക്ക് ഇത്രയും കാശും മുടക്കി നമ്മൾ ഇവിടെ വന്നിട്ട് കഷ്ടപ്പെട്ടിരുന്ന് ജപവും വായനയും ഒന്നും ചെയ്യാതെ നമ്മൾ അതിൽ തന്നെ നോക്കിക്കൊണ്ടിരുന്നിട്ട് എന്താ കാര്യമുള്ളത്? തടസ്സങ്ങൾ ഒരുപാടുണ്ടാവും, പ്രശ്നങ്ങൾ ആയിരക്കണക്കിന് ഉണ്ടാവും. കാരണം ഇത് കലിയുഗമാണ്. മരിക്കാൻ കിടക്കുന്നതിന്റെ 1 മിനിറ്റ് വരെ നമുക്ക് പ്രശ്നങ്ങളാണ്, ഇല്ലേ? മരിക്കുന്നതിന്റെ 1 സെക്കൻഡ് മുന്നേ കണ്ണടയ്ക്കുന്നത് വരെ നമുക്ക് പ്രശ്നങ്ങളാണ്. ഈ പ്രശ്നങ്ങൾ തീർത്തിട്ടൊന്നും നമ്മൾ മുന്നോട്ട് പോകാൻ പോണില്ല. അപ്പൊ എന്ത് ചെയ്യുക, നമ്മൾ നമ്മളായിരിക്കുക. നമ്മൾ നമുക്ക് വേണ്ടിയിട്ടൊരു 3 ദിവസം മാസത്തിൽ ജീവിക്കാൻ ശ്രമിക്കുക. അവിടെ നമ്മൾക്ക് ഇനിയും ആയിരക്കണക്കിന് പ്രശ്നങ്ങൾ തരണം ചെയ്യാനുള്ള ശക്തിയാണ് നമുക്ക് കിട്ടുന്നത്. ക്ലിയർ? അപ്പോ കൃഷ്ണാവബോധം ഉൾക്കൊള്ളുന്നത് കൊണ്ട് മാത്രം ഒരാൾക്ക് 9 വിധം ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടാൻ പറ്റും. കൃഷ്ണാവബോധം ഉൾക്കൊണ്ടാൽ ഒരാൾക്ക് 9 തരത്തിലുള്ള സേവനത്തിൽ ഉൾപ്പെടാൻ പറ്റുന്ന പറയുന്നത്. അതിൽ ആദ്യത്തെയും ഏറ്റവും പ്രമുഖമായിരിക്കുന്നതും ഭഗവത് സേവനം എന്ന് പറഞ്ഞത് കൃഷ്ണകഥാശ്രവണം തന്നെ. എന്താ പറയുന്നത്? കൃഷ്ണാവബോധമുള്ള ഒരു വ്യക്തിക്ക്
ഭഗവാന്റെ 9 വിധത്തിലുള്ള സേവനത്തിൽ ഏർപ്പെടാൻ പറ്റും. അതിൽ ഒന്നാമത്തെ സേവനം എന്ന് പറയുന്നത് കൃഷ്ണ കഥാശ്രവണം, ഭഗവാനെ കുറിച്ച് പറഞ്ഞു കേൾക്കുന്നത്. ശ്രവണം എന്ന് പറഞ്ഞാൽ എന്താണ്? കേൾക്കാൻ. ആ കേൾക്കാൻ സാധിക്കുന്നതാണ് ആദ്യത്തെ പ്രമുഖമായിരിക്കുന്ന ഭഗവത് സേവനത്തിൽ പ്രമുഖമായിരിക്കുന്ന സ്ഥാനം എന്ന് പറയുന്നത്. നല്ല കേൾവിക്കാരാവുക എന്നുള്ളതാണ്. മനസ്സിലെ സംശയങ്ങളെല്ലാം തുടച്ചു മാറ്റാൻ വേണ്ടുന്ന ദിവ്യത്വവും ശക്തിയും ഉണ്ട് അതിന്. നമ്മുടെ മനസ്സിൽ ഒരുപാട് സംശയങ്ങളുണ്ട് അല്ലെ, ഒത്തിരി സംശയങ്ങൾ. ഇന്നലെ ഒരു മാതാജി എനിക്കൊരു കമന്റ് ഇട്ടു, മാതാജി എന്തുകൊണ്ടാണ് നമ്മുടെ ഭീഷ്മ പിതാമഹൻ ഇങ്ങനെ ശരശയ്യയിൽ കിടന്നത് എന്ന്. അപ്പോ നല്ലൊരു ചോദ്യം തന്നെയാണ് കേട്ടോ, അത് നല്ല ഒരു സംശയമാണത്. കാരണം എനിക്ക് ഇഷ്ടമാണ് അങ്ങനെയുള്ള സംശയങ്ങൾ വരുന്നത്. അപ്പൊ നമ്മളും കുറച്ചും കൂടെ അറിയാത്ത കാര്യങ്ങളാണെങ്കിലും നമ്മുടെ ആചാര്യന്മാരോട് ചോദിച്ചു മനസ്സിലാക്കും. അപ്പൊ ഭീഷ്മ പിതാമഹന് ഒരു വരം ലഭിച്ചിട്ടുണ്ട് ഭഗവാനിൽ നിന്ന്. എന്താന്ന് ഓർത്തു കഴിഞ്ഞാൽ അദ്ദേഹം ആഗ്രഹിക്കുന്ന സമയത്തെ അദ്ദേഹത്തിന് മരണം സംഭവിക്കൂ എന്നുള്ളത്. അപ്പൊ അദ്ദേഹം ആഗ്രഹിച്ചിട്ടില്ല മരണം. അപ്പം ഒരാള് മരിച്ചു വീഴുന്നത് ഭൂമിയിലേക്കാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് ശരങ്ങൾ കൊണ്ടൊരു ശയ്യ തന്നെ തീർത്തു കൊടുത്തിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം ആഗ്രഹിക്കുമ്പോഴേ മരണം സംഭവിക്കൂ. ആ ശരശയ്യയിൽ കിടന്നുകൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? ഭീഷ്മോപദേശം ചെയ്യുന്നത് പാണ്ഡവന്മാർക്ക്. അതുകൊണ്ടാണ് അത് ഭീഷ്മോപദേശം എന്ന പേര് വന്നിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഒരിക്കലും അദ്ദേഹം കല്യാണം കഴിക്കില്ല എന്നുള്ളൊരു പ്രതിജ്ഞ ഉണ്ടായിരുന്നു. ആ പ്രതിജ്ഞയാണ് ഭീഷ്മ പ്രതിജ്ഞ എന്ന് പറയുന്നത്. അത് ഭയങ്കര ശക്തിയാണ് ആ പ്രതിജ്ഞയ്ക്ക്. ക്ലിയർ? അപ്പോ പാണ്ഡവന്മാരുടെയും കൗരവന്മാരുടെയും ഏറ്റവും ഉയർന്ന ഒരു ഭീഷ്മ പിതാമഹൻ, അതായത് മരണം സംഭവിക്കാത്തത് കൊണ്ട് തന്നെ നല്ല പ്രായം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് കുരുക്ഷേത്ര യുദ്ധം നടക്കുന്ന സമയത്ത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഭീഷ്മ പിതാമഹൻ എന്ന പേര് വന്നിരിക്കുന്നത്. ക്ലിയർ? അപ്പൊ അങ്ങനെ ഒരു എന്താ പറയാ സത്യം ചെയ്ത് വാങ്ങിയത് കൊണ്ട് അദ്ദേഹം ആഗ്രഹിക്കുന്ന സമയത്ത് മരണം വരുന്നത് വരെ അദ്ദേഹം ഇങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ശരശയ്യ തീർക്കേണ്ടി വന്നത്. ക്ലിയർ? അങ്ങനെ ഒരു സംശയം ഒരാൾ ഉന്നയിച്ചു. അപ്പൊ ഇതുപോലെ നമ്മുടെ മനസ്സിൽ നിരവധി സംശയങ്ങൾ കിടക്കുന്നുണ്ട്. ഈ സംശയങ്ങളെല്ലാം തുടച്ചു മാറ്റാൻ കഴിവ് എന്തിനുണ്ട്? സത്സംഗ ശ്രവണത്തിനുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. കൃഷ്ണനെ പറ്റി എത്രത്തോളം കേൾക്കുന്നുവോ അത്രത്തോളം വിജ്ഞാനം നമുക്കുണ്ടാവുന്ന പറയുന്നത്. മനസ്സിലായില്ലേ? കൃഷ്ണനെ കുറിച്ച് നമ്മൾ എത്ര ദൂരം കേൾക്കുന്നുവോ അത്രത്തോളം അറിവ് നമുക്ക് ലഭിക്കും. ഓക്കെ. പിന്നെയോ കൃഷ്ണനിൽ നിന്ന് മനസ്സിനെ പിന്തിരിപ്പിക്കുന്ന ഏതിലും അയാൾക്ക് വിരക്തി തോന്നും. ഇപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോ ഇങ്ങനെ മുന്നോട്ട് പോകണം. അപ്പൊ എനിക്കൊരു സ്വഭാവമുണ്ട്. നമ്മള് ഭക്തിയിൽ നിന്ന് പുറകോട്ട് പോകുന്ന വ്യക്തികൾ ആരായാലും എനിക്ക് അവരിൽ നിന്ന് അകൽച്ച സംഭവിക്കും. കാരണം നമ്മുടെ കൂടെ നടക്കുന്ന കുറെ ആൾക്കാരുണ്ടാവും, നമ്മുടെ ഫ്രണ്ട്സ് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ അവരൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ അവരെ കൂടെ എത്ര ഇന്റിമേറ്റ് ആയിട്ട് നടന്നാലും അവർ ഭക്തിയിൽ നിന്ന് പുറകോട്ട് പോകുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി അവരിൽ നിന്ന് അകന്നു പോകും. കാരണം എന്താ? നമ്മളെ എല്ലാവരെയും കണക്ട് ചെയ്തിരിക്കുന്നത് ഭഗവാനാണ്. ബേസ്മെന്റ് നമുക്ക് കൃഷ്ണയാണ് അല്ലെ. കൃഷ്ണ എന്ന് പറയുന്ന ഒരു സത്യമാണ് നമ്മളെ എല്ലാവരെയും കൂട്ടിച്ചേർത്തത്. അപ്പൊ ആ കൃഷ്ണനിൽ നിന്ന് അകലുന്നു എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. കൃഷ്ണനിൽ നിന്ന് അകലുന്നത് എപ്പോഴാണ്? കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഭൗതികതയിൽ മുങ്ങിക്കൂടി കിടക്കുമ്പോൾ. ഭൗതികതയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന കാര്യത്തിൽ സംശയവും ഇല്ല. ഭൗതികത എന്ന് പറഞ്ഞാൽ തന്നെ പ്രശ്നങ്ങളാണ്. ഈ പ്രശ്നങ്ങളാകുന്ന ഭൗതികതയെ ദൂരീകരിക്കാനാണ് ആത്മീയമാകുന്ന കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു സത്യത്തെ നമ്മൾ മുറുകെ പിടിക്കുന്നത്. അപ്പൊ കൃഷ്ണനിൽ നിന്ന് അകലുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താ സംഭവിക്കുക? നമ്മളും ഓട്ടോമാറ്റിക്കലി അതിൽ നിന്നെല്ലാം അകന്നു പോകും. അങ്ങനെ അകന്ന് നമ്മൾ എന്ത് ചെയ്യും? ഒറ്റയ്ക്കുള്ള ഒരു അവസ്ഥയിലെത്തും. അവിടെ നമുക്ക് ആര് തുണയായിരിക്കും? ഭഗവാൻ തുണയായിരിക്കും. അപ്പോ കൃഷ്ണനിൽ നിന്ന് മനസ്സിനെ പിന്തിരിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു വിഷയം ഉണ്ടായാൽ നമുക്ക് ആ വിഷയത്തിൽ നിന്നൊരു വിരക്തി തോന്നില്ലേ? ഉറപ്പായിട്ടും തോന്നും. കാരണം എന്താ? കൃഷ്ണൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നിലനിൽപ്പുള്ളൂ. കൃഷ്ണനില്ലെങ്കിൽ നമുക്ക് എന്തില്ല? നിലനിൽപ്പില്ല. ഭഗവദർപ്പണമായിട്ടല്ലാതെ ചെയ്യുന്ന കർമ്മങ്ങളിൽ നിന്ന് മനസ്സിനെ പിൻവലിക്കുന്നത് കൊണ്ട് എളുപ്പത്തിൽ വൈരാഗ്യം നേടാം. ഭഗവാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് നമ്മൾ പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ എന്തായി? ഭഗവാനുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നിന്ന് പുറത്തു വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നിലനിൽപ്പില്ല. എന്നാൽ ഭഗവാനുമായി ബന്ധപ്പെടാത്ത കാര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യരുത്? ഒരിക്കലും സ്റ്റിക്ക് ഓൺ ചെയ്യരുത്. ഭഗവാനുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വേണം നമ്മൾ നിലനിൽക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നിലനിൽക്കുമ്പോൾ നമുക്ക് എന്താണ്? വൈരാഗ്യം ഉണ്ടാവും. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ വെറുപ്പാണോ? അല്ല. ഈ ഭൂമിയിലുള്ള ഭൗതിക കാര്യങ്ങളോടുള്ള ഒരു അമിത ആസക്തി എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ നിങ്ങൾ ആരെയും കുറ്റപ്പെടുത്തില്ല. കാരണം നമ്മളെല്ലാവരും ജീവിക്കുന്നത് 2024 നമുക്ക് തക്കതായ സുഖ സൗകര്യങ്ങളും ജീവിതവും ആഗ്രഹങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ
ഒന്നും നമുക്ക് എന്താവരുത്, അമിതമാവാൻ പാടില്ല. ഭൗതികമായതിൽ വിരക്തി വേണം. ഭൗതികമായിരിക്കുന്നതിൽ വിരക്തി വേണം എന്ന് പറയുമ്പോൾ ഒരു കാവി ഇട്ടുകൊണ്ട് നടക്കാനാണോ പറയണത്? അല്ല. നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കൂ, പക്ഷെ ഇതിനോടൊന്നും നമുക്ക് ആസക്തി ഉണ്ടാവരുത്. മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് ഒന്നിനോടും ഒരു വലിയൊരു ആസക്തി നമുക്ക് സംഭവിക്കരുത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ആസക്തിയിൽ വന്നു കഴിഞ്ഞാൽ എന്തായി? നമ്മുടെ ലൈഫ് വേസ്റ്റ് ആയി എന്ന് പറയുന്നു. ആധ്യാത്മികതയിൽ താല്പര്യമുള്ള ഒരു അവസ്ഥയാണത്. ആധ്യാത്മികതയിൽ താല്പര്യം വന്നു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് ഭഗവാനുമായിട്ടുള്ള ഒരു വലിയൊരു കണക്ഷൻ കിട്ടും. അതല്ല എങ്കിൽ നമ്മുടെ ജീവിതം വേസ്റ്റ് ആയി പോകും. പിന്നെന്താ പറയുന്നത്? കൃഷ്ണനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മനസ്സിനെ ബന്ധപ്പെടുത്തുന്നതിനേക്കാൾ ദുഷ്കരമാണ് അവ്യക്തവാദികളുടെ ആത്മീയ വിരക്തി. കൃഷ്ണനുമായിട്ടുള്ള ഒരു കൃഷ്ണനുമായിട്ടുള്ള ഒരു വലിയൊരു ബന്ധം, പ്രവർത്തനങ്ങൾ. അപ്പോൾ ഭഗവാനുമായി ബന്ധപ്പെട്ട കുറെ പ്രവർത്തനങ്ങളുണ്ട്. ആ പ്രവർത്തനങ്ങളുമായിട്ട് നമ്മുടെ മനസ്സിനെ എപ്പോഴും എന്ത് ചെയ്യണം? ബന്ധപ്പെടുത്തിക്കൊണ്ടേ നമ്മൾ ഇരിക്കണം. അപ്പൊ കൃഷ്ണനുമായിട്ട് ബന്ധപ്പെടുത്താത്ത ഒരു കാര്യങ്ങളിലും നമ്മുടെ മനസ്സ് എന്ത് ചെയ്യരുത്? പ്രവർത്തിക്കരുത്. അങ്ങനെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എന്തായി? നമ്മുടെ ജീവിതം വേസ്റ്റായി. കൃഷ്ണനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മാത്രം നമ്മൾ നമ്മുടെ മനസ്സിനെ കണക്ട് ചെയ്യണം. അങ്ങനെ കണക്ട് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ എന്തായി? ആത്മീയമായിട്ട് നമുക്കൊരു ബന്ധം കിട്ടും. അതല്ല എങ്കിൽ എന്താണ്? ആത്മീയതയിൽ നിന്ന് നമ്മൾ പുറത്തു വരും. ഭക്തിയുത സേവനം പ്രായോഗികമാണ്. ഭഗവാനുമായിട്ടുള്ളൊരു ബന്ധം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ വളരെ ഈസിയാണ് ഈ ലോകത്ത് ജീവിക്കാൻ. ഭൗതികമായിരിക്കുന്ന ഏത് പ്രശ്നത്തെയും നമുക്ക് സോൾവ് ചെയ്യാൻ നമുക്ക് എളുപ്പം സാധിക്കും. നമ്മൾ തളർന്നു പോവില്ല. കൃഷ്ണനെ കുറിച്ച് കേൾക്കുന്നത് കൊണ്ട് ഒരാൾ പരമാത്മാവിലേക്ക് ആകർഷിക്കപ്പെടുന്നു. നമ്മൾ ഭഗവാനെ കുറിച്ച് കേൾക്കുമ്പോൾ ഇവിടെ പറയുന്നു, ഭഗവാനുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ സേവനങ്ങളിൽ ഉയർന്ന സ്ഥാനത്ത് നിൽക്കുന്നത് എന്താണ്? ശ്രവണമാണ്. ഭഗവാന്റെ കാര്യങ്ങൾ കേൾക്കലാണ്. അങ്ങനെ കേട്ട് കേട്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് എന്താ ഉണ്ടാവുന്നത്? പരമാത്മാവിലേക്ക് ഒരു വലിയ ആകർഷണമാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ ആകർഷണത്തെ ശ്രീമദ് ഭഗവത്ഗീതയിൽ പറയുന്നു ആത്മീയ സംതൃപ്തി എന്ന്. ആത്മീയ സംതൃപ്തിക്ക് മറ്റൊരു പേരും കൂടി ഉണ്ട്, പരേശാനുഭൂതി എന്ന് പറയുന്നു. എന്താണ്? ഭഗവത്ഗീതയിൽ പരേശാനുഭൂതി എന്നൊരു പേരുണ്ട്. ഈ ഒരു വേർഡ് നേരത്തെ ആരൊക്കെ കേട്ടിട്ടുണ്ട്? പരേശാനുഭൂതി എന്ന വാക്ക് ആരൊക്കെ കേട്ടിട്ടുണ്ട്? ഇത് മൂകാംബിക അമ്പലത്തിലെ കഷായത്തിന്റെ കുപ്പിയാ, സ്പെഷ്യൽ കഷായ കുപ്പി. ആരൊക്കെ കേട്ടിട്ടുണ്ട് പരേശാനുഭൂതി എന്നൊരു വാക്ക്? ഒരുപാട് ഗീതാ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും അല്ലേ? പരേശാനുഭൂതി എന്നൊരു വാക്ക് ആരൊക്കെ കേട്ടിട്ടുണ്ട്? കേൾക്കാത്തവർ ഇല്ല എന്ന് പറഞ്ഞ് മെസ്സേജ് ഇടും. ഇല്ല. സുധീന്ദ്ര ബാബു കേട്ടിട്ടില്ല. പ്രസന്ന മാതാജി കേട്ടിട്ടില്ല. ഞാൻ ആദ്യം കേൾക്കുകയാണ്. സൗന്ദര്യ മൈ ലവിങ് സ്വീറ്റ് ഹേർട്ട്. പ്രസന്ന അമ്മയും അതെ. അയ്യോ, എല്ലാ അമ്മമാരും അതെ. എന്റെ അമ്മേ, ലീലാമണി മാതാജി, അയ്യോ എന്നെ കൊല്ലും. ജയന്തി മാതാജി, ആഹാ, സൗന്ദര്യാമ്മയെ മാത്രം അങ്ങ് ലവിങ് സ്വീറ്റ് ഹാർട്ട് എന്ന് പറയാം. അപ്പൊ ഞങ്ങൾ ആര് എന്നൊരു ചോദ്യമായിരിക്കും ഇനി മഞ്ചരീസി വരുന്ന മെസ്സേജ്. കേട്ടിട്ടില്ല, 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 കേട്ടിട്ടില്ല. ഷീല സുരേഷ് മാതാജി. ആരാ? ജയപ്രകാശ് പ്രഭു കേട്ടിട്ടുണ്ട്. പരേശാനുഭൂതി. റാഫി പ്രഭു നമസ്തേ. ഇല്ല ഇല്ല. ഇപ്പൊ മനസ്സിലായോ? നമ്മൾ കേൾക്കുന്ന ഗീതയിൽ പലപ്പോഴും പൂർണ്ണതയില്ല എന്ന്, അപൂർണതയുണ്ടെന്ന് മനസ്സിലായില്ലേ? അപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഇവിടെ നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഭഗവാന്റെ കാരുണ്യം കൊണ്ട് മഞ്ജരീസിലെ ക്ലാസ് എങ്ങനെയാണെന്നറിയോ? ഒരു ലൈൻ പോലും വിടാതെ വായിച്ചു പോകും അല്ലെ? ഭഗവത്ഗീതയിൽ നമ്മുടെ മഞ്ജരീസിന്റെ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈൻ പോലും വിടാതെ നമ്മൾ വായിച്ചു പോകും. പക്ഷേ നമ്മൾ ചില ക്ലാസ്സുകളിൽ എങ്ങനെയാന്ന് ഓർത്തു കഴിഞ്ഞാൽ, ഞാൻ കുറ്റം പറയല്ല കേട്ടോ, കുറച്ച് കാര്യങ്ങൾ മാത്രം അങ്ങോട്ട് വായിച്ചു പോകും. എനിക്കത് ഇഷ്ടമല്ല. നമ്മൾ എടുക്കുന്ന കാര്യങ്ങൾ അത് കറക്റ്റായിട്ട് അത് യഥാവിധി എടുക്കുമ്പോഴേ അതിന് പക്കയായിട്ടുള്ളൂ, അല്ലേ നമ്മൾ എടുക്കാൻ നിൽക്കരുത്. അപ്പൊ ഇങ്ങനെ വായിച്ചു വരുമ്പോഴാണ് നമുക്ക് ഓരോ വേർഡും നമുക്ക് കിട്ടുന്നത്. അപ്പോ ഗീതയിൽ പറയുന്നു പരേശാനുഭൂതി എന്നാൽ ആത്മീയ സംതൃപ്തി എന്നാണ് അർത്ഥം. ആത്മീയ സംതൃപ്തി കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാനുമായിട്ട് എപ്പോഴും കണക്റ്റ് ആയിരിക്കണം. വിശന്നു വലഞ്ഞവന് താൻ ഉണ്ണുന്ന ഓരോ ഉരുളയും എന്താണ്? ആത്മസംതൃപ്തിയാണ് അല്ലെ? നല്ലോണം വിശന്ന് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഓരോ ഉരുള ഭക്ഷണവും നമുക്ക്
സംതൃപ്തിയാണ് നൽകുന്നത്. ആ അതേ സംതൃപ്തിയാണ് എന്തെന്ന് പറയുന്നത്, ഭഗവാനോട് അടുക്കുന്ന ഓരോ നിമിഷവും നമുക്ക് ലഭിക്കുന്ന ആത്മീയ സംതൃപ്തി. ഇതിനെയാണ് നമ്മൾ പരേശാനുഭൂതി എന്ന് പറയുന്നത്. ഓക്കെ. വിശപ്പുള്ളപ്പോ എത്ര കണ്ട് നമ്മൾ കഴിക്കുന്നോ അത്ര കണ്ട് ഒരാൾക്ക് സംതൃപ്തിയും കിട്ടും, ശക്തിയും കിട്ടും, അല്ലെ? വിശന്ന് നമ്മുടെ കൈയും കാലും ഒക്കെ തളർന്നു വരുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് വെള്ളമൊക്കെ കുടിച്ചു കഴിയുമ്പോൾ അയ്യോ ഇനി ഒന്ന് കിടന്നാ മതിയേ എന്നൊരു നമുക്കൊരു മനസ്ഥിതി വരും. ഒരു സംതൃപ്തി കൊണ്ട്, ഒരു ആശ്വാസം കൊണ്ട് കഴിച്ച് നമ്മൾ നന്നായിട്ടൊന്ന് കിടന്നുറങ്ങി എഴുന്നേറ്റാൽ നമുക്ക് ഒരു മനസ്സമാധാനം കിട്ടും. ഉറക്കിന്റെ കാര്യം പറഞ്ഞപ്പോ എനിക്ക് ഉറക്കം വരുന്നു, നേരത്തെ എഴുന്നേക്കുന്നോണ്ടാ. അപ്പൊ അതേപോലെ ഭക്തിയുത സേവനവുമായിട്ട് നമ്മൾ ഇങ്ങനെ അടുക്കുമ്പോൾ, അതായത് ഭഗവാനുമായിട്ട് അടുത്തടുത്ത് വരുമ്പോ നമ്മുടെ മനസ്സ് ഭൗതിക ഉദ്ദേശങ്ങളിൽ നിന്ന് പിന്മാറുമ്പോൾ ഒരു ദിവ്യ സംതൃപ്തി നമുക്ക് കിട്ടുന്നുണ്ട്. എന്താണ്? ഭൗതിക ഉദ്ദേശങ്ങളിൽ നിന്ന്, ഭൗതികമായിരിക്കുന്ന പല കാര്യങ്ങളിൽ നമ്മൾ പിന്മാറി കഴിയുമ്പോൾ നമുക്ക് എന്താ ലഭിക്കുക? ഒരു ദിവ്യ സംതൃപ്തി നമുക്ക് ലഭിക്കും, അല്ലെ? ഭൗതികമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ വിട്ട് നമ്മൾ ഭഗവാനുമായിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് അടുക്കുമ്പോൾ നമുക്കൊരു ദിവ്യമായ ഒരു സംതൃപ്തി കിട്ടാനുണ്ട്. വിദഗ്ധ ചികിത്സ കൊണ്ടും ശരിയായ ഭക്ഷണം കൊണ്ടും രോഗം ഭേദമാകുന്നത് പോലെ നല്ലോണം ശരീരത്തിന് എവിടെയെങ്കിലും ഏതെങ്കിലും ഭാഗത്ത് വേദന ഉണ്ടെങ്കിൽ നമ്മൾ വിദഗ്ധമായ ഒരു ചികിത്സ എടുക്കുമ്പോൾ ഞാൻ ആ ഗുളിയൊക്കെ കഴിച്ച് ഒരു മനസമാധാനം ഉണ്ട്, ഇപ്പൊ വേദനയൊക്കെ ഒന്ന് കുറഞ്ഞ് എന്ന ഭാവം പോലെ കൃഷ്ണന്റെ അതീന്ദ്രിയമായിരിക്കുന്ന ലീലകളെ കുറിച്ച് കേൾക്കുന്നത്, ഭഗവാന്റെ അതീന്ദ്രിയമായിരിക്കുന്ന കുറെ ലീലകളെ കുറിച്ച് ഇങ്ങനെ കേൾക്കുമ്പോ മോഹാകുലമായിരിക്കുന്ന മനസ്സിന് അവിടെ ചെല്ലണം, ഇവിടെ ചെല്ലണം, അതുണ്ടാക്കണം, ഇതുണ്ടാക്കണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. പണ്ടൊക്കെ എന്റെ വലിയ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകമഹാത്ഭുതങ്ങളെല്ലാം കാണണം എന്നുള്ളതാണ്. 7 വേൾഡ് വണ്ടേഴ്സ് ഉണ്ടല്ലോ, നമുക്ക് ഇതെല്ലാം കാണണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹം. പക്ഷെ ഇന്നിപ്പോ എന്താ, 108 ദിവ്യദേശങ്ങൾ, 108 ജ്യോതിർലിംഗങ്ങൾ, 108 ദുർഗാലയങ്ങൾ, ഇതെല്ലാം കാണണം എന്നായി നമ്മുടെ ആഗ്രഹം. അങ്ങനെ ഓരോ നിമിഷവും നമ്മുടെ ഭൗതികമായിരിക്കുന്ന ആഗ്രഹങ്ങളിൽ നിന്ന് മാറി 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 നമ്മുടെ ആത്മീയമായിരിക്കുന്ന ഒരു ആനന്ദത്തിലേക്ക് നമ്മൾ ഇങ്ങനെ അടുക്കും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വന്നു തുടങ്ങുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആത്മീയ സംതൃപ്തി കിട്ടും. അതുപോലെ വേറെന്താ പറയുന്നത്? കൃഷ്ണന് നിവേദിച്ച പ്രസാദം ഭക്ഷിക്കുന്നത് ദുരിതം അനുഭവിക്കുന്ന രോഗിക്ക് പഥ്യഭോജനമത്രേ. നമ്മൾ അറിഞ്ഞും അറിയാതെ നമ്മുടെ ശരീരത്തിനുള്ളിൽ ഒരുപാട് അസുഖങ്ങളുണ്ട്, അല്ലെ? ചില ആളുകൾക്കൊക്കെ ക്യാൻസർ എന്ന് പറയുന്നത് 4ാമത്തെ സ്റ്റേജിലെത്തുമ്പോഴാണ് തിരിച്ചറിയുന്നത്. ചില വ്യക്തികൾക്ക് മറ്റു പല അസുഖങ്ങളും അതിന്റെ മൂർധന്യാവസ്ഥയിൽ എത്തുമ്പോഴാണ് അറിയുന്നത്. അപ്പൊ നമ്മളുടെ എല്ലാവരുടെയും പ്രാർത്ഥന എന്താ? ഭഗവാനെ, ഞാൻ രോഗം എന്തായാലും എന്റെ ശരീരത്തിൽ വരും, ഉറപ്പായിട്ടും വരും. സൈലന്റ് അറ്റാക്ക് വന്ന് മരിക്കുന്ന ഒരു വ്യക്തിയും രോഗം വന്നിട്ട് തന്നെയാണ് മരിക്കുന്നത്. അപ്പോ രോഗം എന്ന് പറയുന്നത് സുനിശ്ചിതമാണ്. പക്ഷെ ആ രോഗത്താൽ വലഞ്ഞ് മറ്റൊരാൾക്ക് ഭാരമായി നമ്മൾ കിടക്കാൻ പാടില്ല. അത് നമ്മുടെ വലിയൊരു പ്രാർത്ഥനയാണ്. എന്നെ ശയ്യക്കടിമയാക്കരുതേ എന്നാണ് നമ്മൾ ഭഗവാനോടും ദേവിയോടും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ രോഗം വന്നോട്ടെ, പക്ഷെ അത് മറ്റൊരാൾക്ക് ഭാരമാകുന്ന തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കരുത് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കാതിരിക്കണമെങ്കിൽ അതിനു വേണ്ട ഏറ്റവും നല്ല റെമഡി എന്ന് പറയുന്നത് കൃഷ്ണപ്രസാദമാണ്. കൃഷ്ണപ്രസാദം ഒരു റെമഡിയായി മാറുന്നത് എപ്പോഴാണ്? നമ്മൾ നമ്മുടെ വീടുകളിൽ തന്നെ ഭഗവാന് പ്രസാദം കൊടുക്കുമ്പം അത് ക്ഷേത്രത്തിൽ തന്നെ കൊടുക്കണമെന്നൊന്നുമില്ല. നമ്മൾ നമ്മുടെ വീട്ടിൽ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുപോയി ഭഗവാന്റെ മുമ്പിൽ വെച്ച് ഒരു തുളസിയിൽ ഇട്ട് വെച്ചിട്ട് ഭഗവാനെ അവിടുന്ന് അത് സ്വീകരിച്ചാലും എന്ന് മനസ്സുരുക്കി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ അത് സ്വീകരിക്കും. ഭഗവാന് വെജിറ്റബിൾ ബിരിയാണി ഒന്നും കൊടുക്കണമെന്നൊന്നുമില്ല. ഭഗവാൻ എന്തും സ്വീകാര്യമാണ്. ഭക്തൻ എന്ത് ഹൃദയം കൊണ്ട് സമർപ്പിച്ചാലും ഭഗവാൻ അത് വലിയ ഇഷ്ടമാണ്. അപ്പൊ ഭഗവാൻ സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്തായി? അത് മഹാപ്രസാദമായി. ആ പ്രസാദം നമ്മൾ അത്രയും ഭയഭക്തി ബഹുമാനത്തോടു കൂടി സ്വീകരിക്കുകയാണെങ്കിൽ എന്താണ്? ദാരിദ്ര്യ രോഗ ദുരിതം അനുഭവിക്കുന്ന ഒരു രോഗിക്ക് ലഭിക്കുന്ന മരുന്ന് പോലെ നമുക്കത് എന്താണ്? ഉപകാരപ്രദമാണ്. സാരല്ലേ സൈന ചേച്ചി, ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ ഈ ചികിത്സയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കൃഷ്ണാവബോധ പ്രക്രിയ എന്ന് പറയുന്നത്. നമ്മള് ഇതുപോലെ നമ്മൾ നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ബോധത്തെയും ചിന്തയെയും വാക്കിനെയും പ്രവൃത്തിയെയും ജീവിതത്തെയും ജന്മത്തെയും നമ്മൾ ചികിത്സിക്കുന്നതിനെ എന്തെന്ന് പറയുന്നു? കൃഷ്ണാവബോധ ചികിത്സ എന്ന് പറയുന്നു. ഓക്കെ, കൃഷ്ണാവബോധ ചികിത്സ. ക്ലിയർ? ഓക്കെ ആണോ? മനസ്സിലായോ? ഇതുവരെ എടുത്തത് മനസ്സിലായോ? മനസ്സിലായെങ്കിൽ മനസ്സിലായി എന്നിടും. അമ്മ ദേവി.
സാരില്ല പുഷ്പ മാതാജി, ക്ലിയർ. നിങ്ങളുടെ ഉച്ചയത്തെ ഉറക്കം കളഞ്ഞു അല്ലേ, ഞാൻ ക്ഷമിക്കൂട്ടാ. ഞാനിങ്ങനെ ക്ലാസ് എടുക്കാനുള്ള ഒരു സ്ഥലം നോക്കി അന്വേഷിച്ച് നടക്കായിരുന്നു. നമ്മൾ താമസിച്ചെടുത്ത് നെറ്റ്വർക്ക് ഇല്ലല്ലോ. അപ്പോഴാണ് അമ്പലത്തിലുള്ള ഒരു സ്റ്റാഫ് ഇങ്ങനെ ഒരു സൗകര്യം തന്നത്. കുഴപ്പമില്ലേ സൈനി ചേച്ചി, പിന്നെ കേട്ടാൽ മതി. അപ്പൊ ഇതുവരെ ഉള്ളത് മനസ്സിലായി. ഇനി 36ാമത്തെ ശ്ലോകത്തിലേക്ക് പോകാം. അസംതയാത്മാനാം യോഗോ ദുഷ്പ്രാപ ഇതിമേ മതി വശ്യാത്മനാ തുയതഥാ ശക്യോ വാപ്തുമുപായതഃ എന്ന് പറഞ്ഞാൽ എന്താ? മനോനിയന്ത്രണമില്ലാത്തവന് എടുവാള് വെട്ട് രണ്ട് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പൊ മനസ്സിനെ നിയന്ത്രിക്കുകയാണ് ചെയ്യേണ്ടത്. മനോനിയന്ത്രണമില്ലാത്തവന് ആത്മസാക്ഷാത്കാരം പ്രയാസമാണ് അല്ലെ. ദിവസവും കുളിച്ച് അമ്പലത്തിൽ ചെന്നിട്ടും പൂജകൾ ചെയ്തിട്ടും വഴിപാട് ചെയ്തിട്ടും കാര്യമുണ്ടോ? മനോനിയന്ത്രണമാണ് ആദ്യം വേണ്ടത്. മനോനിയന്ത്രണമില്ലാത്ത ഒരു വ്യക്തിക്ക് ആത്മസാക്ഷാത്കാരം ലഭിക്കില്ല. നമ്മള് ഉറങ്ങല്ല അല്ലെ. നമ്മൾ ജീവിക്കുന്നത് തന്നെ എന്തിനാണ്? ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയാണ്. ഈ ആത്മസാക്ഷാത്കാരം നമുക്കില്ലെങ്കിൽ പിന്നെ നമ്മുടെ ജീവിതം വേസ്റ്റ് ആണ് അല്ലെ. നമ്മൾ ജീവിക്കുന്നതും മുന്നോട്ട് പോകുന്നതും ആത്മസാക്ഷാത്കാരം നേടാനാണ്. അത് നമുക്ക് വേണം, അത്യാവശ്യമാണ്. അപ്പൊ മനസ്സിനെ കീഴടക്കി വേണ്ടുന്ന വിധത്തിൽ ശ്രദ്ധിക്കുവാനാകട്ടെ എന്ന് ഭഗവാൻ ഇവിടെ പറയുന്നു. നമ്മുടെ മനസ്സിനെ നന്നായിട്ട് നമ്മൾ കീഴടക്കണം. നമുക്ക് നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടില്ലേ പിന്നെ നമ്മൾ എന്തിനു ജീവിക്കുന്നു? നമ്മൾ നാടുപാടുള്ള എല്ലാവരെയും കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ മക്കളെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മളെ കൺട്രോൾ ചെയ്യുന്നില്ലേ പിന്നെ എങ്ങനെ നമ്മൾ മറ്റുള്ള ഒരാൾക്ക് മാതൃകയാവും? അപ്പോ ക്ഷമ കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യേണ്ടത്. അതിൽ വിജയം നിശ്ചയമാണ് താനും. ക്ഷമിച്ച് മനസ്സിനെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ജീവിതം എന്ന് പറയുന്നത് വിജയമാണ്. ഉറപ്പായിട്ട് വിജയമാണ്. നമ്മൾ ജീവിക്കുന്ന ഇടം ആരും അറിയരുതെന്നേ. ഒരാൾക്കും ഭാരമാവാതെ, ഒരാളെയും ബുദ്ധിമുട്ടിപ്പിക്കാതെ, നമ്മൾ പറഞ്ഞ വാക്ക് ഒരാളുടെ ഹൃദയത്തിലൊരു മുള്ളുപോലെ കൊള്ളാതെ നമ്മൾ ഇരുന്ന ഇടം അറിയാതെ ജീവിച്ചു പോവാം, സമാധാനമായിട്ട് ജീവിച്ചു പോവാം. ഇതാണ് എന്റെ അഭിപ്രായം എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. മനസ്സിലായില്ലേ? മനസ്സിനെ ഭൗതിക പ്രവർത്തനങ്ങളിൽ നിന്ന് വേർപെടുത്താൻ വരുന്ന ചികിത്സ ചെയ്യാതെ ഒരാൾക്ക് ആത്മസാക്ഷാത്കാരം സിദ്ധിക്കാൻ പ്രയാസമാണെന്ന് ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്തിട്ടില്ല എങ്കിൽ മുന്നോട്ട് ജീവിക്കാൻ കഴിയില്ല എന്നാണ് ഭഗവാൻ ഇവിടെ ഉറപ്പ് പറയുന്നത്. അപ്പൊ നമ്മുടെ പ്രശ്നങ്ങൾ തീരാത്തത് എന്തുകൊണ്ടാണ്? മനസ്സിനെ കൺട്രോൾ ചെയ്യാത്തതുകൊണ്ടാണ്. നമ്മൾ ആരെയും സഹായിക്കാനും വേണ്ട, ആരെയും ദ്രോഹിക്കാനും വേണ്ട. നമ്മൾ ക്ഷമയോടെ എല്ലാരെയും ചേർത്ത് പിടിച്ചാൽ മതി. മനസ്സിലായില്ലേ? സഹായിക്കാൻ പോവുക എന്ന് പറയുമ്പം അത് ഉചിതമായ വ്യക്തികളെയാണോ എന്ന് പോലും നമുക്ക് അറിഞ്ഞൂടാ. വേദനിപ്പിക്കാൻ പോയാൽ അത് അർഹതപ്പെട്ട വ്യക്തിയാണോ വേദനിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ പാവപ്പെട്ട ഒരു വ്യക്തിയാണോ വേദനിച്ചിരിക്കുന്നത്, ഇതൊന്നും നമുക്കറിയില്ല. നമ്മൾ ചിലപ്പോൾ വേദന അർഹിക്കുന്ന വ്യക്തികളാവാം, ചിലപ്പോൾ വേദന അർഹിക്കാത്ത ആരും ആവാം. നമുക്ക് അറിഞ്ഞൂടാ ആരാണ് എന്താണെന്ന്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എല്ലാരെയും ക്ഷമയോടെ ചേർത്ത് പിടിക്കാം. ക്ഷമയോടെ നമ്മൾ നല്ലവനെ ആയാലും ശരി ദുഷ്ടനെ ആയാലും ശരി നമ്മൾ ചേർത്ത് പിടിക്കുക. നമ്മൾ കാരണം ഒരാളും മനസ്സും വേദനിക്കേണ്ട. നമ്മൾ കാരണം ഒരാൾക്കും വിഷമം ഉണ്ടാവരുത്, സങ്കടം ഉണ്ടാവരുത്, ദുരിതം ഉണ്ടാവരുത്. നമ്മൾ പറഞ്ഞ വാക്ക് ആലോചിച്ച് ഒരാളും കരയരുത്. ചില വ്യക്തികൾ ചില വാക്കുകൾ പറഞ്ഞാൽ ആ വാക്ക് ആലോചിച്ച് നമ്മൾ കരയും അല്ലെ. അങ്ങനെ ഒരു സാഹചര്യം നമ്മളെ മനസ്സ് കാരണം, നമ്മുടെ വാക്ക് കാരണം, നാക്ക് കാരണം ഒരിക്കലും ജീവിതത്തിൽ ഉണ്ടാവരുത്. ഭൗതിക സുഖങ്ങളിൽ മനസ്സ് മുഴുകിയിരിക്കുമ്പോൾ യോഗാനുഷ്ഠാനത്തിന് യത്നിക്കുന്നത് മുകളിൽ വെള്ളം ഒഴിച്ചുകൊണ്ട് ചുവട്ടിൽ തീ കൂട്ടുവാൻ പാടുപെടുന്നത് പോലെയാണ്. മുകളിൽ വെള്ളമൊഴിക്കുക, അടിയിൽ തീ കത്തിക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും കൺട്രോൾ ചെയ്തിട്ട് നമ്മുടെ ഭൗതികമായിട്ടുള്ള ഒരുപാട് ആഗ്രഹങ്ങൾ നമുക്കുണ്ടാവും. തൊട്ടപ്പുറത്തെ വീട്ടിലൊരു നല്ല കാറ് വാങ്ങിയാൽ എന്തിന്? വാടകയ്ക്ക് കിടന്ന് മതിയായി ഭഗവാനേ എനിക്കൊരു നല്ല സ്വന്തമായ വീട് വേണം. ഇങ്ങനൊക്കെ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും. ഭഗവാൻ തരണം എന്ന് വിചാരിച്ചാൽ ഭഗവാൻ തന്നിരിക്കും. നമ്മൾ അതിന്റെ പിന്നിലേക്ക് ഓടാൻ പോയി കഴിഞ്ഞാൽ ഒരിക്കലും നടക്കില്ല. ഇന്ന് എൻ്റെ ഒരു സുഹൃത്ത്, വളരെ അടുത്ത സുഹൃത്ത് കേട്ടോ, സുഹൃത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ മകന്റെ ജീവൻ തിരിച്ചു തന്ന വ്യക്തി എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ മോൻ ചെറുപ്പത്തിൽ ഒന്ന് തലകറങ്ങിയിട്ടല്ല, തലയടിച്ച് താഴെ വീണപ്പം എൻ്റെ കയ്യിൽ ഒരു പൈസ ഇല്ലാത്ത സമയത്ത് എൻ്റെ വളരെ അടുത്ത സുഹൃത്ത് ജെയ്സ് എന്ന് പറഞ്ഞിട്ട്, അവൻ ക്രിസ്ത്യനാണ്. അപ്പം ഞങ്ങൾ 2007 ഒരുമിച്ച് വർക്ക് ചെയ്യായിരുന്നു. അപ്പൊ പുള്ളിയുടെ
അച്ഛൻ ബൈപ്പാസ് സർജറി ആയിട്ട് എവിടെ കിടക്കുന്നു, എറണാകുളം അമൃത ഇതില് വർമ്മ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അതിന് വെച്ച് 75,000 രൂപ കൊണ്ടുവന്നിട്ട് ജെയ്സ് എൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ മോന് വേണ്ടിയിട്ട് ഒന്നും നോക്കാതെ മോന് വേണ്ടിയിട്ട് എറണാകുളം മെഡിക്കൽ സെന്ററിൽ അടച്ചു. അപ്പം ഞാൻ ചോദിച്ചു, ജെയ്സ് അപ്പം അച്ഛൻ്റെ സർജറിയുടെ കാര്യം ഞാനത് ശ്രമിക്കും അമ്മു, കിട്ടുവാണെങ്കിൽ അടക്കില്ലെങ്കിൽ എന്താ ചെയ്യാൻ പറ്റുക, അച്ഛൻ ഇത്രയും കാലം ജീവിച്ചില്ലേ, മോൻ ജീവിച്ച് തുടങ്ങുന്നല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് അന്ന് മോൻ 1.5 വയസ്സായിട്ടുള്ളൂ. പക്ഷെ ഇത്രയും ആ ഒരു രൂപ പോലും എൻ്റെ കണക്കിലാണ് 75 രൂപ, പക്ഷെ അതിൽ കൂടുതൽ ചെലവായി. അത് ഒരിക്കൽ പോലും കണക്ക് വെക്കാത്തൊരു സുഹൃത്താണത്. അങ്ങനെ നമ്മുടെ ഇന്ന് അവൻ എന്നോട് പറഞ്ഞു, നീ ക്ലാസ് എടുക്കുമ്പോൾ പറയണം, കണക്ക് പരസ്പരം സൂക്ഷിക്കാത്ത സൗഹൃദങ്ങൾ ഉണ്ടെങ്കിൽ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് അതാണെന്ന്. സത്യമാണ്. കണക്കുകൾ സൂക്ഷിക്കാത്ത ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ ആ ബന്ധത്തെക്കാൾ വലുതായിട്ട് മറ്റൊന്നും ഇല്ല എന്ന് തന്നെ പറയണം. അപ്പൊ ആ ബന്ധം എന്നും നിലനിൽക്കുന്ന ബന്ധമായിരിക്കും. കണക്കുകൾ സൂക്ഷിക്കുന്ന ബന്ധം എന്ന് പറയുന്നത് ഒരിക്കലും നിലനിൽക്കില്ല. ഇന്നല്ലെങ്കിൽ നാളെ ആ ബന്ധം നമുക്ക് നഷ്ടപ്പെടും. അപ്പൊ അങ്ങനെയുള്ള എൻ്റെ ആ സുഹൃത്ത് എന്നോട് ഇന്ന് വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ, നിനക്ക് ഇനിയും ആഗ്രഹങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ജെയ്സ് എനിക്ക് എന്ന് പറഞ്ഞു. ഇനിയും എന്താണ് നിനക്ക് ആഗ്രഹം? ഇനി വേണ്ട, നിന്റെ ആഗ്രഹങ്ങളൊന്നും സൂക്ഷിക്കുന്ന ഒരു ജീവിതത്തിലൂടെ എല്ലാം നീ ഇന്ന് കടന്നു പോകുന്നത് എന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, എനിക്ക് അങ്ങനത്തെ ആഗ്രഹങ്ങളല്ല ജെയ്സ്, എനിക്ക് ഇനി ഒരു മഞ്ചരീസിന് ഒരു ഷെൽട്ടർ ഉണ്ടാക്കണം, അനാഥരായിരിക്കുന്ന അല്ലെങ്കിൽ ഞാൻ അടക്കം ഒറ്റപ്പെടുമ്പോൾ താമസിക്കാൻ ഒരു അഡ്രസ്സ് വേണ്ടേ ജെയ്സ്. അപ്പൊ എന്നോട് പറഞ്ഞെന്താ അറിയോ, അതിനുവേണ്ടി നീ ശ്രമിക്കരുത്, ഇത് ഇത്രയും മഞ്ചരീസ് എത്തിയത് നീ ശ്രമിച്ചിട്ടല്ലല്ലോ, അത് ഓട്ടോമാറ്റിക്കലി വന്നതല്ലേ. അപ്പൊ അതേപോലെ അതും വഴിയേ വരും, നീ ശ്രമിക്കണ്ട, അത് ഭഗവാൻ കൊണ്ടുവന്ന് തരും, ഇത്രത്തോളം എത്തിയില്ലേ എന്നാണ് പറഞ്ഞത്. അപ്പൊ അതേപോലെ നമ്മൾക്ക് ജീവിതത്തിൽ വരാനുള്ള ഏത് നന്മയും ഭഗവാൻ കൊണ്ടുതരും, യാതൊരു സംശയവും ഇല്ല, കൊണ്ടുവന്ന് തന്നിരിക്കും എന്ന കാര്യത്തിൽ സംശയമേ വേണ്ടെന്നാ പറയുന്നത്. അങ്ങനെ മനോനിയന്ത്രണമില്ലാതെ എന്താ പറയാ, നമുക്ക് ഒന്നും നമുക്ക് നേടാൻ കഴിയില്ല. മനോനിയന്ത്രണമാണ് നമുക്ക് ആദ്യം വേണ്ടത്. അത്തരം ഒരു യോഗ പ്രദർശനം ഭൗതികമായി ലാഭകരമായേക്കാം. അങ്ങനെ മനോനിയന്ത്രണത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യുക, മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് എന്താണ്, ഭൗതികമായിട്ട് ഭഗവാൻ ഒരുപാട് ലാഭം നമുക്ക് തരും. അതെല്ലാം നമ്മൾ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളുടെ പിന്നാലെ പോവുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും കിട്ടില്ല. നിങ്ങളെ പണത്തിന് പിന്നാലെ പോയി നോക്ക്, പണം വരില്ല നിങ്ങളുടെ കയ്യിലേക്ക്, ഉറപ്പായിട്ടും വരൂല. 100% ഞാൻ എഴുതി ഒപ്പിട്ടര വരൂല, നിശ്ചയമായിട്ടും വരൂല. അതേസമയം നമ്മൾ ഭഗവാന്റെയും ദേവിയുടെയും പിന്നാലെ പോയി നോക്ക്, ഓട്ടോമാറ്റിക്കലി ഭൗതികമായിരിക്കുന്ന എല്ലാം നമുക്ക് വരും. പക്ഷെ നമുക്ക് അതൊന്നും വന്നാലും ശരി വന്നില്ലെങ്കിലും ശരി എന്ന മനോഭാവത്തിലേക്ക് നമ്മൾ എത്തണം. എപ്പോഴും ഭഗവാന്റെയും ദേവിയുടെയും തൃപ്പാദങ്ങൾ നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ടേയിരിക്കണം. ആത്മീയോത്കർഷത്തെ സംബന്ധിച്ചിടത്തോളം നിഷ്പ്രയോജനമാണത്. നമ്മള് ആത്മീയമായിട്ട് ഉയരാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഭൗതികമായിരിക്കുന്ന കാര്യങ്ങൾക്ക് പിന്നാലെ പോവുക എന്ന് പറയുന്നത് വേസ്റ്റ് ആണ്. അതുകൊണ്ട് ഭക്തൻ നിരന്തരം പ്രേമപൂർവകമായിരിക്കുന്ന ഭഗവത് സേവനത്തിൽ ഏർപ്പെടുത്തി മനസ്സിനെ സ്വാധീനിക്കണം. നമ്മൾ നമ്മുടെ മനസ്സിനെ എങ്ങനെ സ്വാധീനിക്കണം? ഭഗവാനുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ കണക്ട് ചെയ്ത് നിർത്തിക്കൊണ്ട് നമ്മൾ ഭഗവാനുമായിട്ടുള്ള സേവനത്തെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. ഭഗവാനുമായിട്ടുള്ള സേവനത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ എന്തായി, കൃഷ്ണാവബോധത്തിൽ ഉറച്ചു നിൽക്കും. കൃഷ്ണാവബോധത്തിൽ മുഴുകാത്ത ഒരാൾക്ക് മനസ്സിനെ തുടർച്ചയായിട്ട് നിയന്ത്രിക്കാൻ കഴിയില്ല. അവർ ഒരു സമയമെങ്കിലും എന്താണ്, ജീവിതത്തിൽ നിന്ന് ഇതൊന്നും വേണ്ട, ഇത്രത്തോളം പ്രാർത്ഥിച്ചിട്ട് എന്ത് കാര്യമുണ്ട് എന്ന മനോഭാവത്തിലേക്ക് അവര് മാറും. കൃഷ്ണാവബോധവാനായിരിക്കുന്ന ഒരാൾ പ്രത്യേക പ്രയത്നം ഒന്നും കൂടാതെ യോഗാ പരിശീലനത്തിന്റെ ഫലം അനായാസേന തുടരുന്നു. കൃഷ്ണാവബോധത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരാൾക്ക് ഇതൊന്നും ആവശ്യമില്ല, ഭഗവാൻ സമീപസ്ഥനാണ്. കൃഷ്ണാവബോധത്തിൽ ഉറച്ചു നിൽക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഒറ്റ കാര്യം ചെയ്യുക, ഭഗവാന്റെ കാര്യങ്ങൾ കേൾക്കുക, മനസ്സിനെ ഏകാഗ്രമാക്കി നിർത്തുക. കൂടാതെ യോഗാ പരിശീലനത്തിന്റെ ഫലം അനായാസേന നമുക്ക് നേടാൻ സാധിക്കും. പക്ഷെ ഒരു യോഗാ പരിശീലനത്തിന് കൃഷ്ണാവബോധവാനല്ലാതെ വിജയം കൈവരിക്കാനാവില്ല. യോഗയുടെ കുറെ മുറകൾ പഠിച്ചത് കൊണ്ട് ഒരു വ്യക്തിക്ക് വിജയിക്കാൻ പറ്റുമോ? ഒരിക്കലും വിജയിക്കാൻ പറ്റില്ല. അത് ഇവിടുത്തെ കൺട്രോൾ റൂമിന്റെ മാതാജി, ഒരിക്കലും വിജയിക്കാൻ പറ്റില്ല. നമുക്ക് എന്താ ചെയ്യേണ്ടത്? കൃഷ്ണാവബോധത്തിലൂടെ തന്നെ നമുക്ക് മുന്നോട്ട് പോകണം. എന്നാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കൂ എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ക്ലിയർ? മനസ്സിലായില്ലേ? പോരെ ഇന്നത്തെ ക്ലാസ്? ഇനി നാളെ എടുത്തരാം. ഓക്കെ, അത് ഇവിടെ ഇത് കൺട്രോൾ റൂമാ മാതാജി, അമ്പലത്തിന്റെ. അപ്പോൾ ഇവിടെയുള്ള ഒരാളുടെ, അപ്പം ഞാൻ റിക്വസ്റ്റ് ചെയ്ത് ഇവിടെ വെച്ച് വൈഫൈ യൂസ് ചെയ്ത് ക്ലാസ് എടുത്തതാണ്. ഇനി നമുക്ക് വൈകുന്നേരം ഇതുണ്ട്, നവചണ്ഡിക ഹോമമുണ്ട്, അതിൻ്റെ ലൈവ് ഇട്ടുതരാം. ഓക്കെ, പോരെ ക്ലാസ്?
ഹാപ്പി. ബാക്കി ക്ലാസ് നാളെ എടുക്കാം കേട്ടോ. നമസ്തേ. സാധിച്ചാൽ രാത്രി എടുക്കാം, മഹാഭാരതം എടുക്കാം. അല്ലല്ല, ഇപ്പൊ കുറച്ചേരായിട്ടുള്ളൂ തുടങ്ങിയിട്ട്. ഇനി നോക്കട്ടെ, നവചണ്ഡികാ ഹോമം കുറച്ച് നേരത്തെ തീരുകയാണെങ്കിൽ നമുക്ക് മഹാഭാരതം ക്ലാസ് ചെയ്യാൻ എടുക്കാം. ഒരു 10:30 ശേഷം എടുക്കാം. ഒരു മണിക്കൂർ എടുത്തിട്ടേക്കാം. സാധിക്കുന്നവരോ അല്ലാത്തവരോ പിന്നെ കണ്ടോ. ഓക്കെ. നമസ്തേ. ഹരേ കൃഷ്ണ. ഓം ശ്രീ മാത്രേ നമഃ.